Good afternoon, all. Good afternoon. Afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, everyone. Good afternoon, ma'am. Yeah, good afternoon. എല്ലാവരും എത്തുന്നുള്ളൂ അല്ലേ? കുറച്ച് പേരുള്ളല്ലോ. കഴിഞ്ഞ ക്ലാസ് എല്ലാം ക്ലിയർ ആക്കി എല്ലാവർക്കും? മാം നമുക്ക് വെർബ് പഠിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എന്തോ വെർബ് പഠിപ്പിച്ചിട്ടില്ല മാം ഇന്നലെ പറഞ്ഞില്ലേ പഠിപ്പിച്ചു. വേറെ പിന്നെ നമ്മൾ വെറുപാട് തന്നെ. ഓക്കെ. ഇന്നത്തെ എല്ലാം മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? യെസ് മാം. കുറച്ച് പേരോട് വരാനുണ്ടല്ലോ. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാല്ലേ? നോട്ടൊക്കെ എല്ലാവർക്കും കിട്ടിയായിരുന്നോ? മാം അഡ്ജക്റ്റീവ് വരെയുള്ള നോട്ടല്ലേ ഇട്ടിട്ടുള്ളൂ? അതെ, അതുവരെ കംപ്ലീറ്റ് ആണ്. ഓക്കെ. ഇനി എല്ലാവരുടെ കയ്യിലും നോട്ട്ബുക്ക് ഉണ്ടാവില്ലേ? ഇംഗ്ലീഷ് നോട്ട്ബുക്ക് എപ്പോഴും കയ്യിൽ വേണേ. കുറച്ച് നോട്ട്സ് ഒക്കെ നമുക്ക് എഴുതാം. എല്ലാവരും എടുത്ത് വെച്ചേക്ക്, നോട്ട്ബുക്ക് എടുത്ത് വെച്ചേക്ക് എല്ലാവരും. എടുത്തോ എല്ലാവരും? Yes, ma'am. ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാലോ? ഇനി വെയിറ്റ് ചെയ്യണ്ട. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അല്ലേ? വെർബാണ്. വെർബ് എന്താ? വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? Action word or doing verb. ഓക്കെ, ഒരു പ്രവൃത്തിയാണല്ലേ? അല്ലേ? ദാറ്റ് ഷോസ് ആൻ ആക്ഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. അതാണ് വെർബ് എന്ന് പറയുന്നത് അല്ലേ? എന്തെങ്കിലും ആക്ഷനോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റോ ഒക്കെ എന്താ വെർബിൽ പെടും അല്ലെ? ഒരു വെർബ് എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്. ഓക്കെ, അപ്പോ വെർബിൽ എന്തൊക്കെയാ? ആക്ഷൻ ഉണ്ടാവും, സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഉണ്ടാവും അല്ലെ? ഓക്കെ, ആക്ഷൻ വെർബ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ബീയിങ് അല്ലെ? ആക്ഷൻ വെർബ് എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ആയിരിക്കും അല്ലെ? പ്ലേ, വാക്ക്, റൺ അല്ലെ? ഓടുക, ചാടുക, കളിക്കുക, നീന്തുക, ഇതെല്ലാം പ്രവൃത്തിയാണല്ലേ? പാടുക, ഡാൻസ് ചെയ്യുക അല്ലെ? ഇതെല്ലാം പ്രവൃത്തിയാണല്ലേ? അപ്പൊ അതിനൊക്കെ നമ്മൾ എന്താ? ആക്ഷൻ വേർബ് എന്ന് പറയും അല്ലെ? നമ്മള് ആക്ഷൻ വേർബ് എന്ന് പറയും. അപ്പൊ സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങോ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, ഒരു സിറ്റുവേഷൻ ആയിരിക്കും അല്ലെ? അല്ലെ? അവിടെ ആക്ഷൻ ഉണ്ടാവില്ല. എക്സാമ്പിൾ നോക്കി, റാം ഈസ് എ ബോയ് അല്ലെ? റാം ഒരു ആൺകുട്ടിയാണ്. അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? അല്ലെ? ഹീസ് ഹംഗ്രി, അവനെ വിശക്കുന്നുണ്ട് അല്ലെ? അതും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ ആക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. വെർബ് എന്ന് പറയുമ്പോൾ ആക്ഷൻ വെർബ് ഉണ്ട്, സ്റ്റേറ്റ് ഓഫ് ബീയിങ് വെർബ് ഉണ്ട് അല്ലെ? ആക്ഷൻ വെർബ് നമ്മൾ പറഞ്ഞു, അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ എന്താ? ആക്ഷൻ വെർബ് എന്ന് പറയുമ്പോൾ അത് ഇറ്റ് ഷോസ് ആൻ ആക്ഷൻ അല്ലെ? ഒരു ആക്ഷൻ ഉണ്ടാവും അല്ലെ? സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങോ there is no action, only statement of situations അല്ലെ? അതാണ് ആക്ഷൻ വെർബും സ്റ്റേറ്റ് ഓഫ് ബീയിങ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, മനസ്സിലായോ? ആക്ഷൻ ബീയിങ്, ആക്ഷൻ എന്താ, സ്റ്റേറ്റ് വെർബ് എന്താന്ന് മനസ്സിലായില്ല എല്ലാവർക്കും?
അതേപോലെ തന്നെയാണ് മെയിൻ വെർബും ഓക്സിലറി വെർബും. വെർബില് ഏതൊക്കെയുള്ള ആക്ഷൻ വെർബ് ഉണ്ട്, സ്റ്റേറ്റ് വെർബ് ഉണ്ട്, മെയിൻ വെർബ് ഉണ്ട്, ഓക്സിലറി വെർബ് ഉണ്ട് അല്ലെ. മെയിൻ വെർബും ആക്ഷൻ വെർബും ഏകദേശം സെയിം ആണ്. അത് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ആക്ഷൻ എന്താണോ അത് തന്നെ എനിക്ക് മെയിൻ വെർബിൽ വരാം. ഓക്കെ, ക്ലിയർ. ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ എന്താ, ഹെൽപ്പിംഗ് വെർബ് ആണ് അല്ലെ. വെർബിനെ സഹായിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്താ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. മെയിൻ വെർബിൽ തന്നെ എന്താ ട്രാൻസിറ്റീവ് വെർബ് എന്നും ഇൻട്രാൻസിറ്റീവ് വെർബ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നോക്കി ആക്ഷൻ വെർബ്. ആക്ഷൻ വെർബിന്റെ എക്സാമ്പിൾസ് നോക്കി. ഷീസ് ഡാൻസിങ്. ഷീസ് ഡാൻസിങ്. അവിടെ എന്താ ആക്ഷൻ ഉണ്ടോ? Yes. Dancing. അവിടെ ആക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ എന്താ ആക്ഷൻ വെർബ് ആണ് അല്ലെ. ഷീസ് ഈറ്റിംഗ് ലഞ്ച്. ഇവിടെ ആക്ഷൻ ഉണ്ടോ? Yes, eating. Eating. അവിടെ ആക്ഷൻ ഏതാ? Eating. ഓക്കെ, വോയിസ് ക്ലിയർ ആവുന്നില്ലേ? ചിലപ്പോ അവിടത്തെ റേഞ്ച് ഇഷ്യൂ ആയിരിക്കും കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്യണം. അത് ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ്. ഓക്കെ, മഴയാണ്, എല്ലായിടത്തും മഴയാണല്ലേ. ഓക്കെ, നോക്ക് പറ്റുമെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റി ശ്രദ്ധിച്ചിരിക്കേ. ഓക്കെ, അപ്പോ ഹീസ് ടീച്ചിങ് ദി സ്റ്റുഡൻസ്. അവിടെ എന്താ ആക്ഷൻ ഏതാ പറയാം? ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? Studying. Learning. Writing. അപ്പൊ അതിലാണ് എന്തോ. അപ്പോ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് എന്ത് ആക്ഷൻ. അപ്പൊ ആക്ഷൻ വെർബ് ക്ലിയർ ആയില്ലേ? അടുത്ത നോക്കിയേ, സ്റ്റേറ്റ് ഓഫ് ബീങ്. സ്റ്റേറ്റ് വെർബ് എന്ന് പറയാം. അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. നേരത്തെ പറഞ്ഞ പോലെ റാങ്ക് പോയി, അവൻ ആൺകുട്ടിയാണ്, അവിടെ ആക്ഷൻ ഒന്നുമില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അവൻ ആൺകുട്ടിയാണെന്ന് പറയുന്നു അല്ലെ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഹീസ് ഹംഗ്രി, ഒരു സിറ്റുവേഷൻ അല്ലേ, അവര് വിശക്കുന്നുണ്ടല്ലേ, അതും അവിടെയും ആക്ഷൻ ഇല്ല അല്ലെ. ദ ഡോഗ് ഈസ് ബ്രൗൺ, അവിടെ കളർ എന്താ ബ്രൗൺ ആണെന്ന് പറയുന്നു അല്ലെ, അവിടെ ആക്ഷനോ ഒന്നുമില്ല അല്ലെ, പട്ടി കുരുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അല്ലെ, അവിടെ ആക്ഷനോ ഒന്നുമില്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. വേറൊരു എക്സാമ്പിൾ ആയാലും പറഞ്ഞേ. സ്ക്രീൻ കാണുന്നില്ലേ? എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടോ? ആർക്കെങ്കിലും കാണാത്തതുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ട്. ചിലപ്പോ അവിടുത്തെ റേഞ്ച് ഇഷ്യൂലായിരിക്കും. ഓക്കെ, She is beautiful. ഷീ ഈസ് ബ്യൂട്ടിഫുൾ. സ്റ്റേറ്റ് ഓഫ് ബീങ് ആണ്, കറക്റ്റ് ആണ്, സ്റ്റേറ്റ് വെർബ് ആണ്. വേറെ എക്സാമ്പിൾ പറഞ്ഞ എല്ലാവരും പറയൂ. He is a teacher. He is a teacher. നെക്സ്റ്റ് കറക്റ്റ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ പറയൂ. The tree is very tall. നെക്സ്റ്റ് പറയൂ, ആരുല്ല? അപ്പൊ മനസ്സിലായില്ലേ സ്റ്റേറ്റ് വെർബ് എന്താണെന്നും ആക്ഷൻ വെർബ് എന്താണെന്നും മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? ട്രാൻസിറ്റീവ് വെർബ് ആണ്. ട്രാൻസിറ്റീവ് വെർബിൽ എന്താ? ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ട്രാൻസിറ്റീവ് വെർബ് ഓൾവേസ് ടേക്സ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റ് ഇല്ലാതെ ആ സെന്റൻസ് എന്താ കംപ്ലീറ്റ് ആകില്ല അല്ലെ. അതാണ് എന്ത് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഐ കോട്ട് ദ ബോൾ. ഐ കോട്ട് എന്ന് മാത്രം പറയുകയാണെങ്കിൽ എന്താ അത് കംപ്ലീറ്റ് ആണോ സെന്റൻസ്? ഐ കോട്ട്, അപ്പൊ എന്താ പിടിച്ചേ അല്ലെ, ഞാൻ പിടിച്ചു അല്ലെ, ഐ കോട്ട് എന്താ പിടിച്ചേ അല്ലെ, സെന്റൻസ് കംപ്ലീറ്റ് അല്ല അല്ലെ. പക്ഷെ ഐ കോട്ട് ദ ബോൾ എന്ന് പറയുമ്പോൾ ഞാൻ ബോൾ പിടിച്ചു അല്ലെ, അതാകുമ്പോ സെന്റൻസ് കംപ്ലീറ്റ് ആണ് അല്ലെ. നെക്സ്റ്റ് നോക്കി, ഐ ക്ലോസ്ഡ് ദ ഡോർ. എന്താ ഞാൻ ഡോർ ക്ലോസ് ചെയ്തു, അല്ലാതെ ഞാൻ ഐ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാല് എന്താ ക്ലോസ് ചെയ്തേ അല്ലെ, ശരിയല്ലേ? ആ സെന്റൻസ് ഒരിക്കലും കംപ്ലീറ്റ് ആകില്ല വിതൗട്ട് ആൻ ഒബ്ജക്റ്റ് അല്ലേ. അപ്പോ അതിനെയാണ് എന്ത് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയാം. ഐ ലൈക്ക് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് അല്ലെ. ഐ ലൈക്ക് എന്ന് മാത്രം പറഞ്ഞാൽ കംപ്ലീറ്റ് ആകുമോ? എന്താ നിനക്ക് ഇഷ്ടം അല്ലെ, ക്വസ്റ്റ്യൻ വരും അല്ലെ. അപ്പൊ ഐ ലൈക്ക് ഐസ്ക്രീം. ഐസ്ക്രീം എന്ന് പറയുന്നതാണ് എന്റെ ഒബ്ജക്റ്റ്.
അപ്പൊ ഒബ്ജക്റ്റിന് സഹായമില്ലാതെ അല്ല ഒബ്ജക്റ്റ് ഇല്ലാതെ ആ സെന്റൻസ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. ഐ ടേക്ക് ദ പെൻ. യാ, കറക്റ്റ് ആണ്. അപ്പൊ ട്രാൻസിറ്റീവ് വെർബ് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ എല്ലാവർക്കും? Yes, ma'am. അപ്പൊ ട്രാൻസിറ്റീവ് വെർബ് കേട്ടില്ല. ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറഞ്ഞാലേ ട്രാൻസിറ്റീവ് വെർബില് ആ സെന്റൻസില് ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റ് ഇല്ലാതെ ആ സെന്റൻസ് എന്താ കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, ഐ ഫോർഗോട്ട് മൈ ബുക്സ്. കണ്ടോ എക്സാമ്പിൾ, ഐ ഫോർഗോട്ട് മൈ ബുക്സ്. എന്താ ഞാൻ എന്താ മറന്നേ? ഐ ഫോർഗോട്ട് എന്ന് മാത്രം പറഞ്ഞാൽ കംപ്ലീറ്റ് ആവോ സെന്റൻസ്? ഇല്ല, അവിടെ എന്താണ് മറന്നേന്ന് കൂടെ മെൻഷൻ ചെയ്യണം അല്ലെ? അപ്പൊ എന്താ ഇവിടെ മറന്നേ? എന്റെ ബുക്സ് ആണ് അല്ലെ? മൈ ബുക്സ് ആണ് അവിടെ മറന്നുപോയത്. അപ്പൊ എന്താ ഐ ഫോർഗോട്ട് മൈ ബുക്സ്. അപ്പൊ എന്താ ഒബ്ജക്റ്റ് വന്നപ്പോൾ എന്താ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയി. ഇത്രയും മനസ്സിലാക്കുക. ട്രാൻസിറ്റീവ് വെർബിൽ എപ്പോഴും ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ആ സെന്റൻസിൽ എപ്പോഴും എന്താ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അതാണ് എന്താ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത്. ഇൻട്രാൻസിറ്റീവ് വെർബ് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ടേക്സ് ഒബ്ജക്റ്റ്. എന്താ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല ആ സെന്റൻസിൽ. ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ ആ സെന്റൻസ് എന്താ കംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, ദ ഓൾഡ് മാൻ ലാഫ്ഡ് ലൗഡ്ലി. ഒച്ചത്തിൽ ചിരിച്ചു അല്ലെ? ആര്? ദ ഓൾഡ് മാൻ. അതിലെന്താ ഒരു ഒബ്ജക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നാലും ആ സെന്റൻസ് കംപ്ലീറ്റ് അല്ലേ? അവിടെ കംപ്ലീറ്റ് അല്ലേ? അതെ. ഐ വാസ് സ്ലീപ്പിംഗ്. ഞാൻ ഉറങ്ങുകയായിരുന്നു. അവിടെ ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല അല്ലെ? അപ്പോഴും ആ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. മാം, പറയൂ. സ്ലീപ്പിംഗ് ഒരു ആക്ഷൻ അല്ലേ? സ്ലീപ്പിംഗ് ഉറങ്ങുക ആക്ഷൻ ആണോ? അത് ഉറങ്ങുക ആക്ഷൻ ആണോ? ഡോണ്ട് തിങ്ക് സോ. ഒരു ആക്ഷനും ഇല്ലാത്ത ഒരു പ്രവൃത്തിയില്ലേ അത്? ഉറക്കം. നമുക്ക് വലിയ ആക്ഷൻ ഉണ്ടാകും ഉറക്കത്തിൽ. ഉറക്കമല്ലേ അത്? അല്ലേ? അത് ആക്ഷൻ അല്ല. ഓക്കെ. യുവർ ഡോഗ് ബാർക്സ് എ ലോട്ട്. ഡോഗ് ബാർക്ക്, അത് ബാർക്ക് ചെയ്യുക ആക്ഷൻ ആണേ. അത് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടുമ്പോ നിങ്ങളത് വിട്ടളഞ്ഞേക്കെ. ഓക്കെ, ഹിസ് ഫാദർ അറൈവ്ഡ് ലാസ്റ്റ് നൈറ്റ്. എന്താ അവന്റെ അച്ഛൻ എന്താ? അവന്റെ അച്ഛൻ എന്താ? Arrived. വന്നു അല്ലെ? ഇന്നലെ രാത്രി വന്നു. അവിടെ എന്താ ഒബ്ജക്റ്റ് ഇല്ല. ഓക്കെ, ഇവിടെ ആക്ഷൻ വന്നാലും ഇവിടെ ആക്ഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മ പറയുന്നത് ഇൻട്രാൻസിറ്റീവ് അല്ലേ? എന്നെ കൂടെ കൺഫ്യൂഷൻ ആക്കല്ലേ. ഇവിടെ ആക്ഷൻ വന്നാലും കുഴപ്പമില്ല കേട്ടോ. കാരണം ഇൻട്രാൻസിറ്റീവ് ആണെന്ന് പറയും. കാരണം ഒബ്ജക്റ്റ് ഇല്ലാതെ നമ്മൾ പറയുന്നുള്ളൂ. ആക്ഷൻ അല്ല നമ്മോട് പറയുന്നത്, ഒബ്ജക്റ്റ് ഇല്ലെന്നേ പറയുന്നുള്ളൂ. ഓക്കെ, നേരത്തെ സെന്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ട്. ബോള്, ഡോറ്, ഐസ്ക്രീം, ബുക്ക്, മൊബൈൽ ഫോൺ, ഇതൊക്കെ ഒബ്ജക്റ്റ് അല്ലേ? ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ടോ? അത് മാത്രം ഒബ്സർവ് ചെയ്യൂ. ഇവിടെയൊക്കെ ഒബ്ജക്റ്റ് ഉണ്ടോ? ദ ഓൾഡ് മാൻ ലാഫ്ഡ് ലൗഡ്ലി, ഒബ്ജക്റ്റ് ഇല്ല. ഐ വാസ് സ്ലീപ്പിംഗ്, ഒബ്ജക്റ്റ് ഇല്ല. ഹിസ് ഫാദർ അറൈവ്ഡ് ലാസ്റ്റ് നൈറ്റ്, ഇല്ല അല്ലേ? യുവർ ഡോഗ് ബാർക്സ് എ ലോട്ട്, ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പോ ട്രാൻസിറ്റീവ് വെർബിൽ ഒബ്ജക്റ്റ് ഉണ്ടാകും, ഇൻട്രാൻസിറ്റീവ് വെർബിൽ ഒബ്ജക്റ്റ് ഇല്ല. ഓക്കെ, ഇപ്പോ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ലിറ്റിൽ ബോയ് സ്ലെപ്റ്റ് ഓൾ ഡേ, അത് ട്രാൻസിറ്റീവ് വെർബ് ആണോ ഇൻട്രാൻസിറ്റീവ് വെർബ് ആണോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ദ ലിറ്റിൽ ബോയ് സ്ലെപ്റ്റ് ഓൾ ഡേ. Intransitive. ഇൻട്രാൻസിറ്റീവ്. അപ്പൊ ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് മനസ്സിലായില്ലേ? ഓക്കെ, ഒരുപാട് ചിന്തിച്ച് കൺഫ്യൂഷൻ ആക്കണ്ടേ. മാം സ്ക്രീൻ കാണുന്നില്ലല്ലോ. സ്ക്രീൻ കാണുന്നില്ലേ? എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ. കാണുന്നില്ലേ എല്ലാവർക്കും? Yes, ma'am. ഓക്കെ, അവിടുത്തെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കേ, നെറ്റ് ഇഷ്യൂ ആയിരിക്കേ. നെക്സ്റ്റ് ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബിന് നമുക്ക് പ്രൈമറി ഓക്സിലറി വെർബ് എന്നും മൊഡൽ വെർബ് എന്നും പറയാം. ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് എന്താ? ഹെൽപ്പിംഗ് വെർബ് ആണ് അല്ലെ? സെന്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് വേണം അല്ലെ? വെർബിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. അപ്പോ പ്രൈമറി ഹെൽപ്പിംഗ് വെർബ് നോക്കി. ബി, ഈസ്, ആം, വാസ്, വെയർ, ഡു, ഡിഡ്, ഡസ്, ഹാവ്, ഹാസ്, ഹാഡ്, ഇതൊക്കെയാണ് പ്രൈമറിയിൽ വരിക. മൊഡാലോ ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൽ, ഷുഡ്, മസ്റ്റ്,
മേ, മൈ, ഔട്ട്. ഇതൊക്കെ കുറച്ച് വേറെ ഉണ്ട്. ഇത് മാത്രമല്ല കുറച്ചുകൂടെ. ഓക്കെ, ഇതൊക്കെയാണ് മൊഡൈൽ വെർബ് എന്ന് പറയാം. അപ്പൊ ഇത് എല്ലാവരും നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ ഇതിനൊപ്പം പറഞ്ഞു പോകുന്നില്ല, കാരണം കംപ്ലീറ്റ് ആവില്ല. ടെൻസ് ഒക്കെ പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഓക്സിലറി വെർബിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സിൽ നോക്കാം. കാരണം ടെൻസിന്റെ ഒക്കെ ഒപ്പം കൂടുതലും ഈ ഡു, ഡസ്, ഡിഡ് ഒക്കെ എന്തായാലും വരും. അപ്പൊ നിങ്ങൾക്കത് ശരിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞിട്ട് പോയാൽ പിന്നെ ടെൻസ് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ ആ ടൈമിൽ ഇതെല്ലാം കൂടെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും വെർബിന്റെ ഇത്രയും മനസ്സിലായില്ലേ? ഒരാൾ പറഞ്ഞു. ഓക്കെ, ഒരാൾ പറഞ്ഞേ വെർബ് ഷോർട്ട് നോട്ട് ആയിട്ട് ഒന്ന് പറഞ്ഞേ, എന്താണ് വെർബ് എന്നുള്ളത് പറയൂ. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നതോ? എന്തോ എന്നോടാ ചോദിച്ചേ? പറയൂ. അല്ല, ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ പറയുന്നതോ ആണ് വെർബ്. വെർബ് പിന്നെ എനിക്ക് വെർബ് അവളെ പറയൂ. Verb is an action. Verb is an action or state of being. Statement. State of being. Yeah. Oh, types are the types of ആ types ഒക്കെ പറയൂ. ഏതൊക്കെയാണ് ആക്ഷൻ വെർബ്? ഏതൊക്കെയാ പറയൂ എന്നൊക്കെ. Main verb ഉം action verb. Yeah. Then Auxiliary verb ഉം help. yeah. Then Help ചെയ്യുന്ന verb. Action. He is dancing, eating, lunch, teaching the student. State of being late. Ram is on. He is hungry. Yeah. പറയണം. അല്ലാതെ ഒന്ന് പറഞ്ഞേ, കൈ നിർത്തുന്ന പറഞ്ഞ എക്സാമ്പിൾ ആണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിന്റെ. He is a teacher. He is a teacher. He is a teacher. കറക്റ്റ് ആണ്. നെക്സ്റ്റ് ഏതാ? ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ് പറഞ്ഞേ. Transitive means always takes an object. Yeah, correct. Then intransitive verb means does not takes an object. Yeah. Example? Transitive verb in examples, I like ice cream. Then intransitive verbs in example, your dog barks a lot without object. Yeah, correct. അപ്പോ ക്ലിയർ ആയില്ലേ? വെർബ് ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? യെസ് മാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഏതാ? അഡ്വേർബ് ആണ്. അഡ്വേർബ്. അഡ്വേർബ് എന്താ? ഒരു വെർബിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. It is used to modify or describes a verb. Okay. വെർബിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത്? അഡ്വേർബ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് നിങ്ങൾ പഠിച്ചായിരുന്നില്ലേ? അപ്പൊ അഡ്ജക്റ്റീവ് എന്താ പറയോ? പറയൂ, അഡ്ജക്റ്റീവ് എന്താ? അഡ്ജക്റ്റീവ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതല്ലേ? അഡ്ജക്റ്റീവ് എന്താന്ന് പറഞ്ഞാലെങ്കിലും. It modifies noun. Yeah, അപ്പൊ adverb എന്താണ്? Describes a verb. Yeah. മനസ്സിലായോ? അഡ്ജക്റ്റീവ് അഡ്വേർബ് മനസ്സിലായോ? അഡ്വേർബ് എന്ന് പറയുന്നത് വെർബിനെ ഡിസ്ക്രൈബ് ചെയ്യാനോ, അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്ത്? നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനോ. ക്ലിയർ അല്ലേ? മാം, ഈ ഡിസ്ക്രൈബ് മീനിങ് ആവിഷ്കരണോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഡിസ്ക്രൈബ് ചെയ്യുക, അതിനെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. വിശദീകരിച്ച് പറയുക. അതൊക്കെയാണ് ഡിസ്ക്രൈബിന്റെ മീനിങ്. ഓക്കെ. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് നോക്കിയേ അഡ്വേർബിന്. ഹി സിങ്സ് ബ്യൂട്ടിഫുള്ളി. അപ്പൊ ഇവിടെ എന്താ? ഇവിടെ ഈ സെന്റൻസിൽ വെർബ് ഏതാ? ഹി സിങ്സ് ബ്യൂട്ടിഫുള്ളി. വെർബ് ഏതാ സെന്റൻസിൽ? പറയൂ. സിങ്സ്. അപ്പൊ സിങ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്ത് ഉപയോഗിച്ചു? കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാൻ എന്താ ഉപയോഗിച്ചേ? Beautifully. ബ്യൂട്ടിഫുള്ളി. അപ്പൊ ബ്യൂട്ടിഫുള്ളി എന്താണ്? Adverb. ആഡ്വേർബ് ആണ്. അപ്പൊ മനസ്സിലായോ?
ഒരു പ്രവൃത്തിയെ ഡിസ്ക്രൈബ് വോയിസ് കേൾക്കുന്നില്ലല്ലോ. എന്തോ എന്താ പറഞ്ഞേ? ഓക്കെ. അപ്പൊ എന്താ, ഒരു പ്രവൃത്തിയെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് എന്ത് adverb ഉപയോഗിക്കുന്നത് അല്ലെ? അഡ്ജക്റ്റീവ് എന്നതാ? നിങ്ങൾ എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കൂ. എല്ലാവരുടെ കയ്യിൽ നോട്ട്ബുക്ക് ഇല്ലേ? എഴുതി വെക്കൂ. adverb എന്ന് പറയുന്നത് എന്താ? പ്രവൃത്തിയെ അല്ലെ? ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത് adverb എന്ന് പറയുന്നത്. അപ്പൊ അഡ്ജക്റ്റീവോ? നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. നോട്ട് ചെയ്തില്ല എല്ലാവരും? മാം adverb ഒന്നും കൂടെ പറയാവോ? എഴുതണത്രേ. ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ്, ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് adverb യൂസ് ചെയ്യുന്നത്. മിസ്സേ ഒന്നും കൂടി പറയും ആദ്യം തൊട്ടിട്ട്. ഇപ്പൊ adverb ആണോ? ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് adverb. ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് adverb. സിമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളേ. ഡെഫിനിഷൻ തന്നെ എന്താ ശരിക്കും അല്ലെ? to describe a verb. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെ? നൗൺ എന്ന് പറയുന്ന ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് അഡ്ജക്റ്റീവ് എന്ന് ഉപയോഗിക്കുന്നത്. ടീച്ചർ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ലല്ലോ. എന്തോ ക്ലിയർ ആയില്ല. സോറി, ടീച്ചർ പറയുന്നത് കേൾക്കുന്നില്ല. ആർക്കും കേൾക്കുന്നില്ലേ? ഞങ്ങൾക്കൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ റേഞ്ച് ഇഷ്യൂ ആയിരിക്കും. റേഞ്ച് മഴയോ ഇതിലുണ്ടോ? റേഞ്ച് കുറവായിരിക്കും, അതുകൊണ്ടാണ്ടോ? അപ്പൊ അഡ്ജക്റ്റീവ് adverb എഴുതിയില്ലേ എല്ലാവരും? നോട്ട് ചെയ്തില്ലേ? യെസ് മാം. മാം അഡ്ജക്റ്റീവ് ഒന്നും കൂടെ പറയാവോ? അഡ്ജക്റ്റീവോ? നവ്യ എന്നാണ് പേര്? സംശയം ചോദിച്ച ആളുടെ പേരെന്താ? അതെ മാം. നവ്യ. ഓക്കെ. നവ്യ ഈസ് ബ്യൂട്ടിഫുൾ. അതേതാ? നവ്യ ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് ഞാൻ പറയണെങ്കിൽ എന്തായിട്ട് വരും? നവ്യയാണ് ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ പറഞ്ഞത് അല്ലേ? adverb, അല്ല, adjective ആണ്. അപ്പൊ നവ്യനെയാണ് ഞാൻ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞേ, അത് അഡ്ജക്റ്റീവ് ആണ്. നവ്യ സ്റ്റഡിങ് വെൽ എന്ന് ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുക. നവ്യ സ്റ്റഡിങ് വെൽ. അപ്പൊ എന്താ? നവ്യ ചെയ്തൊരു പ്രവൃത്തിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അല്ലേ? ആണോ? നവ്യ ഡാൻസിങ് വെരി വെൽ എന്ന് പറയണെങ്കിലും നവ്യ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഞാൻ ഇവിടെ പറഞ്ഞേ അല്ലേ? അപ്പൊ അഡ്ജക്റ്റീവും adverbും മനസ്സിലായോ? പറഞ്ഞേ, ഒരാൾ പറഞ്ഞേ. നവ്യ തന്നെ പറ. അഡ്ജക്റ്റീവ് adverb എന്താണ്? നവ്യക്ക് എന്താണോ മനസ്സിലായത് ആ രീതിയിൽ പറയും. പറയൂ നവ്യ. പറഞ്ഞോളൂ, എന്താ മനസ്സിലായത് പറയൂ. തെറ്റിയാലും കുഴപ്പമില്ല. ഹി സിങ്സ് ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞ ഒരു അതല്ല ഞാൻ ചോദിച്ചേ. നവ്യക്ക് എന്താ മനസ്സിലായേ? എക്സാമ്പിൾ അല്ല, നവ്യക്ക് എന്താ മനസ്സിലായത്? നവ്യക്ക് മനസ്സിലായോ? ഇല്ല മാം, അഡ്ജക്റ്റീവ് എനിക്ക് മനസ്സിലായിരുന്നില്ല. അതാണ് പറഞ്ഞേ. ഇപ്പൊ നവ്യ ഒരു കാര്യം ചെയ്യണം, നവ്യ ഇപ്പൊ ഡാൻസ് ചെയ്യണമെന്ന് വിചാരിക്കൂ. അപ്പൊ ഞാൻ പറയണം നവ്യ ചെയ്ത ഡാൻസ് വളരെ നന്നായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. നവ്യ ഡാൻസ് നല്ലതായിരുന്നു, നല്ല കാണാൻ നല്ലതായിരുന്നു എന്ന് പറയണ. അപ്പൊ നവ്യ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ചല്ല ഞാനിവിടെ പറഞ്ഞേ അല്ലേ? നവ്യ ചെയ്തൊരു കാര്യം നന്നായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്.
അതാണ് adverb എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തി നന്നായിരുന്നു എന്നോ അല്ലെ ആ പ്രവൃത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതെന്താ അഡ്ജക്റ്റീവ് ആണ്, സോറി adverb ആണ്. മാം അങ്ങനല്ല. ഇപ്പം മാം ഇപ്പൊ പറയുന്ന രീതിയിൽ അവര് മനസ്സിലാക്കുന്ന ചിലപ്പം സെന്റൻസിന് തന്നെ അവർ അഡ്ജക്റ്റീവ് എന്ന് മനസ്സിലാക്കൂലേ? ആ വേർഡിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് അവർക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കിയേ. ഐ ഓപ്പൺ ദ ജാർ ഈസിലി. ഇവിടെ എന്താ ജാർ ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ? എങ്ങനെ ഓപ്പൺ ചെയ്തു? easily. അല്ലേ? ഈസി ആയിട്ട് ഓപ്പൺ ചെയ്തു. അപ്പൊ അവിടെ ഈസി ആണ് adverb ആയിട്ട് വരാം. മനസ്സിലായോ? ഐ ഓപ്പൺ ദ ജാർ ഈസിലി. ഇപ്പോ ഐ റോട്ട് ഇറ്റ് കെയർഫുള്ളി. എന്താ അവിടെ ഏതാ വരാ? Carefully. വളരെ ശ്രദ്ധയോടെ എഴുതി അല്ലെ? കെയർഫുള്ളി അല്ലെ? അപ്പൊ കെയർഫുള്ളി ആണ് അവിടെ എന്ത് adverb ആയിട്ട് വരാം. അപ്പൊ ഈ എഴുതിയതിനെ പറഞ്ഞതാണ് അല്ലെ? എഴുതിയത് എങ്ങനെയാണെന്നാ പറഞ്ഞേ? കെയർഫുള്ളി ആയിട്ട് അല്ലെ? അപ്പൊ അതാണ് എന്ത് adverb എന്ന് പറയാം. ഹി സ്പീക്കിംഗ് ഓണസ്റ്റ്ലി. ഇവിടെ എന്താ അയാൾ എങ്ങനെ സംസാരിച്ചു? ഓണസ്റ്റ് ആയിട്ട് സംസാരിച്ചു അല്ലെ? അപ്പൊ സ്പീക്കിനെ കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞാണ് അല്ലെ? കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തു. എന്താ സത്യസന്ധമായിട്ട് സംസാരിച്ചു അല്ലെ? അപ്പൊ അവിടെ ഓണസ്റ്റ്ലി ആണ് എന്ത് adverb എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ എഴുതിയപ്പോ ഹീസ് സ്പീക്കിംഗ് ഓണസ്റ്റ്ലി. അതെഴുതി ഹീസ് സ്പീക്കിംഗ് ഓണസ്റ്റ്ലി എഴുതൂ. ഹീസ് സ്പീക്കിംഗ് ഓണസ്റ്റ്ലി. He is speaking honestly. എഴുതിയോ എല്ലാവരും? Yes, ma'am. അടുത്ത സെന്റൻസ് എഴുതി. He is honest. He is honest. He is honest. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്പീക്കിംഗ് ഓണസ്റ്റ്ലി എന്ന് പറയുമ്പോ അത് അഡ്വർബ് ആണ്. അതേസമയം ഹീസ് ഓണസ്റ്റ് എന്ന് പറയുമ്പോ അത് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ. സ്പീക്കിംഗ് എന്ന് പറയുന്ന ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നത് ഓണസ്റ്റ്ലി എന്ന് അല്ലേ മാം? അതെ കറക്റ്റ്. ഹീ എന്ന് പറയുന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഓണസ്റ്റ് ആണെന്ന് അല്ലെ? ഹീ എന്ന് പറയുന്ന പേഴ്സൺ ആള് ഓണസ്റ്റ് ആണെന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇപ്പോ അഡ്ജക്റ്റീവ് adverb ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഇനിയും ഡൗട്ട് ഉണ്ടോ? പറയൂ. ഡൗട്ട് ഉണ്ടെന്നാണോ വയസ്സ് പറഞ്ഞേ? അല്ലെങ്കിൽ ക്ലിയർ ആയെന്നാണോ? ക്ലിയർ ആയി മാം. ക്ലിയർ. ഓക്കെ. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ. ഓക്കെ. നോക്കിയേ ഇവിടെ അഡ്ജക്റ്റീവ് adverb നോക്കിയേ. ഓണസ്റ്റ്, ഓണസ്റ്റ്ലി. ഓണസ്റ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് adverb എന്താ ഓണസ്റ്റ്ലി ആയിട്ട് വരും അല്ലെ? ഈസി, ഈസിലി. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുള്ളി. അർജൻ, അർജന്റ്ലി. ഈ adverb ഒക്കെ നോക്കിയേ ഒരേപോലെ വരുന്നില്ലേ? ly അല്ലെ? അല്ലെ? ly ഉപയോഗിച്ചിട്ട് എല്ലാരും ഈക്വലി ആയിട്ട് വരുന്നല്ലേ? ഇതൊക്കെ നോക്കി വെക്കേ. ഓണസ്റ്റ്, ഓണസ്റ്റ്ലി, കെയർ, കെയർഫുള്ളി. അപ്പൊ അഡ്ജക്റ്റീവും adverbും മനസ്സിലായി. ഷീസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് എന്ത് അഡ്ജക്റ്റീവ് ആണ്. ഷീസ് എന്താണ്? ഷീസ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നത് adverb ആണ്. മനസ്സിലായോ? ഓക്കെ. ഞാനിനി എക്സ്ട്രാ കുറച്ച് നോട്ട് തരേ. നിങ്ങൾ എഴുതിയെടുക്കൂ. എന്താ ഒരു 4 ടേബിൾ പോലെ, ടേബിൾ ആയിട്ട് വരണമെന്നില്ലേ, 4 ടേബിൾ പോലെ എഴുതാം. ഹൗ ഹെഡിങ് ആണ്. ഹൗ, വെൻ, വെയർ,
ഫ്രീക്വൻസി ഇങ്ങനെ 4 എഴുതാം ഹെഡിങ് ആയിട്ട്. അതിന് താഴെ നമുക്ക് കുറച്ച് വേർഡ് എഴുതാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഏതാ? ഹൗ. ഫസ്റ്റ് ഹൗ എഴുതാം. അടുത്തത് വെൻ എഴുതാം. ഒരു 4 ടേബിൾ പോലെ. വെന്നിന്റെ കൂടെ വെൻ സ്ലാഷ് ടൈം കൂടി ഇട്ടേക്ക്. വെൻ സ്ലാഷ് ടൈം, സമയം, എപ്പോൾ സ്ലാഷ് സമയം. ഓക്കെ, വെൻ സ്ലാഷ് ടൈം. അടുത്തത് വേർ, എവിടെ. വേർ പ്ലേസ്, വേർ സ്ലാഷ് പ്ലേസ്, എവിടെ സ്ലാഷ് സ്ഥലം. വേർ സ്ലാഷ് പ്ലേസ്. ഫോർത്ത് വൺ ഫ്രീക്വൻസി. Fourth one is frequency. 4 എഴുതിയില്ല എല്ലാവരും? Yes, ma'am. എല്ലാവരും എഴുതിയല്ലോ? ഓക്കെ ഓക്കെ. അപ്പൊ ഹൗവിന് താഴെ എഴുതാം ലൗഡ്ലി. ലൗഡ്ലി, ലൗഡ്ലി. ഫ്രീക്വൻസി ആണ്, കറക്റ്റ് ആണ്. എഴുതിക്കോ. ഹൗവിന് താഴെ ലൗഡ്ലി. Next, quickly. Beautifully. Loudly, quickly, beautifully, carefully, easily. Last one, easily. E-A-S-I, easily. കുറച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ഒരുപാട് ഉണ്ടാവും അത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എല്ലാം കുറച്ചാണ് പറയുന്നത്. ഓക്കെ, ഹൗവിന് താഴെ എല്ലാം എഴുതി കഴിഞ്ഞില്ലേ? Yes, ma'am. അടുത്ത വെന്നിന് താഴെ ആഫ്റ്റർ, നൗ, ബിഫോർ, tomorrow, today, yesterday, കഴിഞ്ഞോ? Yes, ma'am. Yes, ma'am. നെക്സ്റ്റ് വേറെ താഴെ outside, inside, anywhere, somewhere, upstairs, downstairs, here, there, ഇവിടെ അവിടെ, here, there. കഴിഞ്ഞോ? Yes, ma'am. നെക്സ്റ്റ് ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസിക്ക് താഴെ ഓൾവേസ്, usually, sometimes, often, often, every day. sometime കഴിഞ്ഞെന്തോ ടീച്ചറെ? Sometime, often. Always, usually, sometimes, often. OFTEN, often. Every. ഇപ്പൊ every എന്ന് പറയുമ്പോൾ every week പറയാം, every day പറയാം. ഇപ്പൊ every. ഓക്കെ, കഴിഞ്ഞില്ലേ? Yes, ma'am. അപ്പൊ ഇങ്ങനെ സെന്റൻസ് എഴുതി. അടുത്തത് സെന്റൻസ് എഴുതാം. എക്സാമ്പിൾസ്. He ate the sandwich quickly.
He ate the sandwich quickly. ഒന്നും കൂടെ പറയാമോ? He ate the sandwich. Ate. കഴിച്ചു. Ate. He ate the sandwich quickly. അവൻ സാൻഡ്വിച്ച് പെട്ടെന്ന് കഴിച്ചു. He ate the sandwich quickly. Okay. എഴുതിയില്ലേ? അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഹൗ പറഞ്ഞു, വെൻ, വെയർ, ഫ്രീക്വൻസി അല്ലെ പറഞ്ഞല്ലേ. അപ്പൊ ഒരു സെന്റൻസിൽ ചിലപ്പോ എന്തെങ്കിലും സൂചിപ്പിക്കാം. ഇപ്പോ എന്താ ചിലപ്പോ എപ്പോൾ, അപ്പോ എന്താ ഒരു സെന്റൻസിൽ ഇപ്പോ എങ്ങനെ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഇതൊക്കെ ജസ്റ്റ് എക്സ്ട്രാ നോട്ട്സ് ആണ്, നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം. ഓക്കെ. അപ്പൊ നമ്മൾ സെന്റൻസ് ഇപ്പൊ എഴുതിയില്ലേ, ഹി ഏറ്റ് സാൻഡ്വിച്ച് ക്വിക്ക്ലി എന്ന്. അപ്പൊ അവിടെ എങ്ങനെയാ, അവരെങ്ങനെ കഴിച്ചു എന്നല്ലേ വരാം. അവനെങ്ങനെ കഴിച്ചേ, സാൻഡ്വിച്ച് എങ്ങനെ കഴിച്ചേ, ക്വിക്ക്ലി. അപ്പൊ അവിടെ ഹൗ അല്ലേ വന്നേ, ഹൗ എങ്ങനെ കഴിച്ചു അല്ലേ. അപ്പൊ അവിടെ ക്വിക്ക്ലി എന്താ, വേഗത്തിൽ, പെട്ടെന്ന്. ഓക്കെ, ആഡ്വർബ്. ആഡ്വർബ് ആണ് എന്ന് പറയുന്നത്. അവിടെ ആഡ്വർബ് ആണ് അല്ലേ. ക്വിക്ക്ലി എന്ന് പറയുന്നത് എന്താ, ആഡ്വർബ് ആണ്. ഹൗബ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആഡ്വർബ് ആണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ കഴിച്ചു അല്ലെ. അപ്പൊ ക്വിക്ക്ലി അത് ആഡ്വർബ് ആണ്. നെക്സ്റ്റ് ഒരു സെന്റൻസ് എഴുതിയേ. സിമി went to the beach. Simi went to the beach yesterday. Simi went to the beach yesterday. Simi went to the beach yesterday. ഇവിടെ എന്താ, ഇവിടെ ഏതാ ആഡ്വർബ് പറയോ ആരെങ്കിലും? യെസ്റ്റർഡേ ആണ് അല്ലേ. യാ, അവൾ എപ്പോൾ പോയി അല്ലേ, എപ്പോഴാ പോയേ അല്ലേ, വെന്ന. ശരിയല്ലേ. അപ്പൊ ഇവിടെ എന്താ, യെസ്റ്റർഡേ ആണ് ആഡ്വർബ്. നെക്സ്റ്റ് എഴുതി. യു ക്യാൻ പാർക്ക് യുവർ കാർ. യു ക്യാൻ പാർക്ക് യുവർ കാർ ഹിയർ. ഒന്നും കൂടെ പറയാമോ? യു ക്യാൻ പാർക്ക് ചെയ്യാം, പാർക്ക്. യു ക്യാൻ പാർക്ക് യുവർ കാർ ഹിയർ. യു ക്യാൻ പാർക്ക് ദ കാർ ഹിയർ. എന്താ പറഞ്ഞേ, നിങ്ങളുടെ കാർ ഇവിടെ പാർക്ക് ചെയ്യാം അല്ലേ. അപ്പൊ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എഴുതിക്കോ. ക്ലീൻ ചെയ്യുക. He cleans his cell phone once a week. He cleans his cell phone once a week. He cleans his cell phone once a week. എഴുതിയോ? Yeah. Yes, ma'am. What is that? Once a week. Once a week. Yeah. Once a week. മനസ്സിലായില്ലേ? എക്സാമ്പിൾസിന് വേണോ? നെക്സ്റ്റ് എഴുതിക്കോ എന്നാല്. The children sat there. The children sat there quietly. The children sat there quietly. The children sat there quietly. അവിടെ ഏതാ? Quietly. Quietly. പിന്നെ There. Quietly. രണ്ട് ആഡ്വർബ് ഉണ്ട് അല്ലെ. ദയറും
quietly. Okay. Next, I ran downstairs. I ran downstairs. I ran downstairs fast to see. I ran downstairs fast to see who was the door. Who was in the door? I ran downstairs fast to see who was in the door. അവിടെ ഏതാ adverb ഏതാ പറഞ്ഞേ? Downstairs. പിന്നെ Downstairs. പിന്നെ Fast downstairs. fast downstairs ആണ് adverb. Fast downstairs ആണ് അവിടെ എന്താ adverb ആയിട്ട് വരും. കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. മാം ഹൗ വാസ് കഴിഞ്ഞിട്ട് എന്നാ പറഞ്ഞത്? Who was the dog? Who ആരാണെന്ന് നോക്കാൻ ഡോറിന്റെ അവിടെ ആരാണെന്ന് നോക്കാൻ വേണ്ടി എന്താ സ്പീഡില് ഡൗൺ സ്റ്റേഴ്സിലൊക്കെ അവർ ഓടി എന്നാ പറയാ. I ran downstairs fast to see who was the door. Who was in the door? കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കണോ? Yes, ma'am. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. Sam goes to the gym every day. 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 അവിടെ എന്താ adverb എന്താ? Every day. അവിടെ എന്താ? Frequency ആണല്ലേ അവിടെ? Frequency ആണ് അല്ലേ? എല്ലാ ദിവസവും. Okay. Okay, next. Did you go to the school yesterday? 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 അവിടെ ഏതാ? Yesterday. Yesterday. Okay, then the movie is starting. The movie is starting now. The movie is starting now. The movie starts now. Starts now. The movie starts now. അവിടെ ഏതാ? No. Yeah, correct. He sings nicely. He sings nicely. Next sentence. He sings nicely. Nicely. Yeah, nicely. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും? സ്പീഡ് ആവുന്നുണ്ടോ? ഇല്ല ടീച്ചർ. ഇല്ല. ഓക്കെ. നെക്സ്റ്റ്. They go to the dinner every week. They go to the dinner every week. Every week. Every week. Every week ആണ് അവിടെ എന്ത്? adverb. They are giving equally. They are giving equally. They are giving equally. Equal ആയിട്ട്. They are giving equally. അവിടെ ഏതാ? Equally. Equally. അപ്പൊ adverb എന്താന്ന് മനസ്സിലായില്ലേ? Yes, ma'am. Yes, ma'am. Yes, okay.
കുറച്ച് വേർഡ് ഞാൻ പറയേ. ഹെഡിങ് ആയിട്ട് കൊടുക്കും. കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ്. കമ്പാരിറ്റീവ് ഫസ്റ്റ് ഒരു 3 ടേബിള്. ഓക്കെ, ഒരു 3 ടേബിൾ രീതിയിൽ ആഡ്വർബ് ആഡ്വർബ്, ഫസ്റ്റ് ആഡ്വർബ്, then comparative, then superlative. Adverb, comparative and superlative. എഴുതിയോ 3 ടേബിള്? യെസ് മാം. ഓക്കെ, അപ്പോ ആഡ്വർബിന് താഴെ എഴുതിക്കോ ഫാസ്റ്റ്, ഫാസ്റ്റ്, ഫാസ്റ്റ്. അപ്പൊ അത് കമ്പാരിറ്റീവിൽ എന്ത് വരും അറിയോ ആർക്കെങ്കിലും? മാം ഫാസ്റ്റർ. യാ, ഫാസ്റ്റർ ആണ്. ഫാസ്റ്റർ, ഫാസ്റ്റ് എന്നത് കമ്പാരിറ്റീവില് ഫാസ്റ്റർ വരും. ഫാസ്റ്റർ, കമ്പാരിറ്റീവില് താഴെ ഫാസ്റ്റർ എഴുതാം. സൂപ്പർലേറ്റീവിലോ ഫാസ്റ്റസ്റ്റ്. ഫാസ്റ്റസ്റ്റ്. ഓക്കെ, ഫാസ്റ്റസ്റ്റ്, ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ്. ലേറ്റ്. നെക്സ്റ്റ് ആഡ്വർബിൽ ഏതാ? ലേറ്റ്. കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് പറഞ്ഞേ. ലേറ്റ്, ലേറ്റർ, ലേറ്റസ്റ്റ്. യാ എഴുതിക്കോളൂ. ലേറ്റർ, ലേറ്റസ്റ്റ്. നെക്സ്റ്റ് ഗുഡ്. ആഡ്വർബിൽ ഗുഡ്. ഗുഡ് ഓർ വെൽ. ഗുഡ് ഓർ വെൽ ഏതായാലും മതി. ഗുഡ് ഓർ വെൽ ആഡ്വർബിൽ. അപ്പൊ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഏതാ? ഗുഡ് എന്ന് പറയുമ്പോ ബെസ്റ്റ് ആൻഡ് ബെറ്റർ. ബെസ്റ്റ് ആൻഡ് ബെറ്റർ ആണ്. അപ്പൊ കമ്പാരിറ്റീവ് ഏതാ വരാ? Better. ബെറ്റർ, ബെറ്റർ ആ വരാ. സൂപ്പർലേറ്റീവ് Best. ബെസ്റ്റ്. ഓക്കെ, ബെറ്റർ, ബെസ്റ്റ്. നെക്സ്റ്റ് ഏത്? ഹൈ. ഹൈ. മാം ഒന്നും കൂടെ പറയാമോ? നേരെ കേട്ടില്ല. ഫസ്റ്റ് വൺ ഫാസ്റ്റർ. അത് കമ്പാരിറ്റീവില് വരുമ്പോ ഫാസ്റ്റർ വരും. സൂപ്പർലേറ്റീവില് ഫാസ്റ്റസ്റ്റ്. ലേറ്റ്, ലേറ്റർ, ലേറ്റസ്റ്റ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. എഴുതിയോ? ഇത് ഞാൻ വേണമെങ്കിൽ നോട്ടിൽ തരാം. നോട്ടിൽ ആഡ് ചെയ്യാം, മതിയോ? ആഡ്വർബ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് നോട്ടിൽ. Yes, ma'am. ഓക്കെ, ടൈം പോകും എഴുതി വരുമ്പോ. അത് ഞാൻ നോട്ടിൽ ആഡ് ചെയ്യാം. അതിന്റെ കുറച്ച് എക്സാമ്പിൾസും ഞാൻ നോട്ടിൽ ആഡ് ചെയ്യാം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അഡ്ജക്റ്റീവും ഇതേപോലെ തന്നെയാണ്. അഡ്ജക്റ്റീവിലും കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ഇങ്ങനെ തന്നെയാണ്. ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ്. ഓക്കെ, മനസ്സിലായോ? മിസ് ഈ നോട്ട്സ് ഇതിലിടുവോ ഗൂഗിൾ ക്ലാസ് റൂമില്? ആ, ഇടും, എന്തായാലും ഇടും കേട്ടോ. അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഞാനൊരു സെന്റൻസ് പറയട്ടെ. ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയേ. He sang the song. He sang the song better than the others. He sang the song better than the others. He sang the song better than others.
ഈ സെന്റൻസ് ഏതാ? പറയൂ. കമ്പാരിറ്റീവ് കമ്പാരിറ്റീവ്. കമ്പാരിറ്റീവ് അഡ്ജക്റ്റ് ആണോ അഡ്വർബ് ആണോ? അഡ്ജക്റ്റീവോ? Okay. Next sentence. Alex was taller than Samuel. Alex was taller than Samuel. Alex was taller than Samuel. ഈ സെന്റൻസ് ഏതാ? Comparative adjective. കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്. Comparative Adjective sentence. അഡ്ജക്റ്റീവ്. Next. This homework is easier than that homework. This മിസ് ഒന്നും കൂടെ പറ. homework is easier than that homework. ഈ homework ആണ് അതിനേക്കാൾ കുറച്ചുകൂടി ഈസി. This homework is easier than that homework. Comparative adjective ആണോ? മാം ഒന്നുകൂടെ പറയാമോ? ദിസ് ഹോംവർക്ക് ഈസ് easier than that homework. ആ homeworkനേക്കാൾ ഈസിയാണ് ഈ homework. Comparative adjective. കമ്പാരിറ്റീവ് അഡ്വർബ് അല്ലേ? Adjective. Comparative adjective അല്ലേ? Okay, എല്ലാവരും ഇവിടെയോ? ഇവിടെ ഹോംവർക്ക് എന്ന് പറയുന്നത് എന്താ? നൗൺ ആണ് അല്ലേ? അപ്പോ ഇത് കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഇവിടെ ആക്ഷനോ ഒന്നുമില്ല, വെർബോ ഒന്നുമില്ല അല്ലേ? ആരുടെ ഹോംവർക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ ഹോംവർക്ക് ആണ് നൗൺ. അപ്പോ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ എന്താ? അത് അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഇത് ഏതാ? കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. അവിടെ ഈസിയർ ആണെന്നേ. ഈസിയസ്റ്റ് ആണെങ്കിലോ അത് സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. Sarah works Sarah works harder than Tom. Sarah works harder than Tom. Harder than Tom ആരുടെയും പേര് എഴുതിക്കോളൂ. Sarah works harder than പേര് എഴുതാം. ആരുടെങ്കിലും പേര് എഴുതാം. ഇവിടെ ടോം എന്നാണ്. Sarah works harder than Tom. ഇത് ഏത് സെന്റൻസാ? പറയൂ. കമ്പാരിറ്റീവും ആഡ്വർബും. കമ്പാരിറ്റീവ് അഡ്വർബ് അല്ലേ? ഓക്കെ, ഇത് കമ്പാരിറ്റീവ് ആഡ്വേർബ് ആണ്. കാരണം സാറ ചെയ്യുന്ന പ്രവൃത്തിയാണ് അല്ലെ? സാറ ഒരു വർക്ക് ചെയ്യുന്നു അല്ലെ? ആ വർക്ക് എന്താ? ഹാർഡാണ് അല്ലെ? ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നു അല്ലെ? ടോമിനേക്കാൾ സാറ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ വർക്കിനെ ഡിസ്ക്രൈബ് ചെയ്തവിടെ എന്താ? ഹാർഡ് ഉപയോഗിച്ചു. പ്രവൃത്തിയെ ഡിസ്ക്രൈബ് ചെയ്തു അല്ലെ? ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയെ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ അതെന്താ? കമ്പാരിറ്റീവ് ആഡ്വേർബ് ആണ്. അവിടെ ഇപ്പൊ ഹാർഡിന് പകരം അവിടെ ഹാർഡസ്റ്റ് ആണ് വന്നെങ്കിലോ അപ്പൊ എന്ത് വരും? സൂപ്പർലേറ്റീവ് അഡ്വർബ്. സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് അല്ല. അറിയാണ്ട് വന്നു.
Okay. Clear. Next. Tina eats. Tina eats. Less quickly. Tina eats less quickly than Sarah. Tina eats less quickly than Sarah. അവിടെ ഏതാ വരാം? Comparative adverb. മാം കമ്പാരിറ്റീവ് ആഡ്വർബ് ആണോ? കറക്റ്റ് ആണ്. ക്ലിയർ ആയില്ലേ ഇപ്പോ? ഫോർ എക്സാമ്പിൾ എഴുതിക്കോ. My sister always run. My sister always run faster than me. My sister always run faster than me. My sister always run faster than me. ഇത് ഏതാ? Superlative. Comparative adverb. adverb. Comparative adverb. കമ്പാരിറ്റീവ് ആഡ്വർബ് ഓക്കെ, സൂപ്പർലേറ്റീവ് ആണെങ്കിൽ അവിടെ ഏതാ വരാ? Fastest. ഓക്കെ, അപ്പോ adverb എന്താണെന്ന് മനസ്സിലായില്ലേ? യെസ് മാം. ക്ലിയർ അല്ലേ? adverbും adjectiveും മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇന്ന് പഠിപ്പിച്ച വെർബും adverbും adjectiveും ഇത് മൂന്നും പഠിക്കുക, ക്ലിയർ ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോവാം. റെഡി അല്ലേ എല്ലാവരും? യെസ് മാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ma'am. ക്ലിയർ ആയോ? Yes, ma'am. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, യെസ് മാം. വേറെ ഒന്നും പറയാനില്ലല്ലോ? എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? മനസ്സിലാവുന്നുണ്ട്. മിസ് ഓക്സിലറി വെർബിന്റേതും പിന്നെ പ്രൈമറി മോറൽ വെർബ് അതൊന്നൊന്ന് പറയാമോ? അതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് വേറൊരു ക്ലാസ്സിൽ അത് രണ്ടും നമുക്ക് നോക്കാം. കാരണം ടെൻസിന്റെ ഒപ്പം അത് വരും. അപ്പൊ ടെൻസിന്റെ കൂടേക്ക് നമുക്ക് അങ്ങനെ പഠിച്ചു പോവാം. ഓക്കെ, ഇതുവരെയുള്ള ക്ലാസ് എല്ലാം മനസ്സിലായില്ലേ? നോട്ട്സ് ഒക്കെ അവർ തരും കേട്ടോ. നോട്ട്സ് ക്ലാസ് കഴിഞ്ഞ് ക്ലാസ്സിന്റെ കൂടെ നോട്ട്സ് അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇതെല്ലാം എല്ലാവരും അടുത്ത ക്ലാസ് വരുമ്പോ പഠിച്ചിട്ട് വരാം. ഓക്കെ, Yes, ma'am. യെസ് മാം. താങ്ക് യു. Thank you, ma'am.